ഹായ്, ഞാൻ അഡ്വക്കേറ്റ് ഡോക്ടർ ക്രിസ് വേണുഗോപാൽ. നിങ്ങളുടെ നാണമില്ലേ തനിക്ക്? കുറച്ച് നാണും മാനവും ഇല്ലേ തനിക്ക്? ഞാൻ നിങ്ങളോടായിട്ട് പറയാണ്, അടങ്ങിയിരുന്നോ. മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കാൻ വേണ്ടി നിൽക്കരുത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ കണ്ടന്റ് എടുത്തിട്. നിങ്ങളുടെ അടുപ്പ് പുകഞ്ഞോ നോക്കിയിട്ട് പോരെ മറ്റുള്ളവരുടെ അടുപ്പ് പുകഞ്ഞോ നോക്കുന്നത്. പല്ലിക്കുത്തി നാറ്റിക്കാൻ നിൽക്കല്ലേ. മനസ്സിലായില്ലേ? എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും. എന്റെ ഹസ്ബൻഡിനും എന്റെ മക്കൾക്കും ഇല്ലാത്ത പ്രശ്നമാണല്ലോ നിങ്ങൾക്ക്. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അനങ്ങാൻ പറ്റില്ല, അങ്ങോട്ടും ഓടാൻ പറ്റില്ല, ഇങ്ങോട്ടും ഓടാൻ പറ്റില്ല. എന്തൊരു അവസ്ഥയാണല്ലേ. കുടുംബമായിട്ട് നല്ല രീതിക്ക് ജീവിക്കുമ്പോൾ ഒരു യൂട്യൂബർ വന്ന് പറയുകയാണ്, അതായത് ഇവരുടെ നെറ്റി ഇവരുടെ ഭർത്താവ് അടിച്ചു എന്ന്. ക്രിസ് വേണുഗോപാല് ദിവ്യയുടെ നെറ്റി അടിച്ചു പൊട്ടിച്ചു, ഇവർ രണ്ടുപേരും പിരിഞ്ഞു എന്ന് ഒരു യൂട്യൂബർ വന്ന് പറയുമ്പോൾ ആരെങ്കിലും ചൂടാവൂലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി കല്യാണം കഴിച്ചില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ട് എൻ്റെ കുടുംബത്തിലാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ ഞാൻ ആ സ്പോട്ടിന് അങ്ങേരുടെ വീട്ടിൽ കയറിയാനെ. എന്താണ് രാജ് ടോൾസിനോട് സ്നേഹപൂർവ്വം ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ കുറേ എക്സ്പീരിയൻസ് ഉള്ള ഒരു യൂട്യൂബറാണ്, 7-8 വർഷമായി ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ഒരാൾ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അത് കാണുന്ന സാധാരണക്കാരായ പ്രേക്ഷകർ വിചാരിക്കുന്നത് അത് സത്യമെന്ന്. കാരണം നിങ്ങളെ വിശ്വാസമാണ്, 7-8 വർഷമായില്ലേ നിങ്ങൾ ഈ ഫീൽഡിൽ വന്നിട്ട്. നിങ്ങൾ ഇങ്ങനെ ഇല്ലാത്ത വാർത്ത കൊടുക്കുന്നത് എന്തിനാണ്? രാജ് ടോക്സെ കുടുംബം വെച്ച് നമ്മൾ കളിക്കരുത്. നിങ്ങൾ ഓരോരുത്തരും രേണു സുധിയെ കുറിച്ച് എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നുണ്ട്. രേണു സുധി അങ്ങനെയുള്ളവളാണ്, ഇങ്ങനെയുള്ളവളാണ്, രേണു സുധിക്ക് അടി വീണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നോക്കൂ, ഇവരുടെ കുടുംബം നല്ല രീതിക്ക് ജീവിക്കുന്ന ഇവരുടെ കുടുംബമാണ് നിങ്ങൾ തകർക്കുന്നത്. എന്തിനാണ് രാജ് ടോക്സെ? വേണോ നിങ്ങൾക്ക് ഈ പണി? സത്യസന്ധമായി വാർത്ത കൊടുത്തൂടെ? എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കമന്റ് ബോക്സ് ഞാൻ കണ്ടത്. രാജ് ടോക്സിന്റെ കമന്റ് ബോക്സ് നിങ്ങളൊന്ന് നോക്കണം. തന്തക്കും തള്ളക്കുമാണ് വിളിക്കുന്നത്. അതാണ് മലയാളി പ്രേക്ഷകർക്ക് ഞാൻ കൈ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആരെങ്കിലും കള്ളവാർത്ത കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നല്ലോണം കൊടുക്കുന്നുണ്ട്. അതിൽ 2-3 കമന്റ് ഞാൻ വായിച്ചു തരാം. അതിനുശേഷം ഈ കുടുംബം കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞങ്ങളെ ദ്രോഹിക്കരുത്. അതിനുശേഷം പറയുകയാണ്, അതായത് ഇങ്ങനൊരു ഒരു വോയിസ് ലീക്ക് ആയിട്ടുണ്ട് നമ്മുടെ ക്രിസ് വേണുഗോപാലിന്റെ. രാജ് ടോൾസിന് ഒരു പക്ഷേ കേസ് അടക്കം കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. അത്രക്കും വൃത്തികെട്ട പണിയാണ് ഈ രാജ് ടോൾസ് ചെയ്തത്. അപ്പോൾ ആദ്യം രാജ് ടോൾസിന് വന്ന ചില കമന്റ് ഞാൻ വായിച്ചു തരാം. തനിക്ക് ആരോഗ്യമുണ്ടല്ലോ, വല്ല ജോലിയും ചെയ്ത് ജീവിക്ക്, ഇയാൾക്ക് വേറെ പണിയില്ലേ, അവർ അടികൂടോ പിരിയോ എന്ത് വെച്ചാൽ ചെയ്തോട്ടെ, നമ്മൾ എന്ത് ചെയ്തു. ഒരു കാര്യം പറയുകയാണ്, ഈ കുടുംബത്തിനിടയിൽ ഒരു പ്രശ്നവുമില്ല, ഇങ്ങേരായിട്ടൊരു പ്രശ്നമുണ്ടാക്കുകയാണ്. രാജ് ടോക്സെ, നിങ്ങൾക്കും വിവാഹം കഴിഞ്ഞില്ലേ? രാജ് ടോക്സെ, നിങ്ങളെ പറ്റിയിട്ട് ഞാൻ ഇല്ലാത്തത് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളൂലേ? നിങ്ങൾ ഭാര്യയെ തല്ലുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളൂലേ? രാജ് ടോക്സെ, എന്താണ് രാജ് ടോക്സെ? അതായത് രാജ് ടോക്സ് ഇതിനായി മറുപടി പറയുന്നത്, അവരുടെ നെറ്റി കണ്ടോ നിങ്ങൾ? ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ടാണ് രാജ് ടോൾസ് പറയുന്നത് ഇതെങ്ങനെ ഉണ്ടായി, ഇതങ്ങേറെ തല്ലിയല്ലേ ഉണ്ടായെന്നാണ് രാജ് ടോൾസ് പറയുന്നത്. ഇതിന്റെ സത്യാവസ്ഥ ഇവർ പറയുന്നുണ്ട്, അത് ഞാൻ വെച്ചു തരാം. അതായത് ഏതോ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ മേക്കപ്പിൽ ഉണ്ടാക്കിയതാണ്. അതിനെ രാജ് ടോൾസ് പറയുകയാണ് ഇവരുടെ ഭർത്താവ് ഇവരെ അടിച്ചു എന്ന്. രാജ് ടോൾസിനോട് സ്നേഹപൂർവ്വം ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ഒരു ഫോട്ടോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് അടിച്ചതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിളിക്കാമല്ലോ, അവരുടെ നമ്പർ ഉണ്ട്, അവരുടെ ഇൻസ്റ്റഗ്രാം ID ഉണ്ട്, അവരോട് ഒരു മെസ്സേജ് അയച്ച് ചോദിക്കാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്. അങ്ങനെ അവർ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാമല്ലോ. എന്തിന് വീഡിയോ ചെയ്യുന്നു? ഇതൊക്കെ നാട്ടുകാർക്ക് എന്തിനു അറിയിക്കുന്നു? രാജ് ടോൾസെ, ഇതൊക്കെ ഉള്ളതാണെങ്കിൽ തന്നെ എന്തിനറിയിക്കുന്നു? ഓക്കെ, ഞാൻ അതൊന്നും പറയുന്നില്ല. ഈ കുടുംബം കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കതെന്തായാലും കേട്ടു നോക്കാം. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ മുന്നേ എന്റെ കല്യാണം കഴിഞ്ഞ സമയത്തും ഞാൻ ഈ പുള്ളിക്കാരനെ ഒന്ന് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വിളിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫോൺ നമ്പർ. പുള്ളിക്കാരന്റെ ഫോൺ നമ്പറൊന്നും അതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ സംഭവം ഇതാണ്, പുള്ളിക്കാരന് കണ്ടെന്നൊന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ഇതാ കണ്ടില്ലേ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ നെറ്റിക്ക് മുറിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. ഒരു രാജ് ടോക്ക് അല്ലയോ, രാജ് ടോക്കിന്റെ മുതലാളി, ഒരു പണിയും ഇല്ല അല്ലേ? നിങ്ങൾക്ക് നാണമില്ലേ അന്യന്റെ ജീവിതത്തിൽ കയറി കളിക്കാൻ? എടോ ഇതാ നോക്ക്. സത്യം പറഞ്ഞാൽ വേണോ രാജ് ടോൾസെ? ഇതൊരു ചെറിയ യൂട്യൂബർ ആണെങ്കിൽ ഞാൻ വിട്ടേനെ. 7-8 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ കള്ള വാർത്ത കൊടുക്കുന്നത്. ഒരു കാര്യം രാജ് ടോൾസിനോട് ഞാൻ പറയാം, ഇപ്പോൾ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ,
അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കോണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം 100 പേർക്ക് വിളിക്കും. അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അറിഞ്ഞിട്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്യുന്നത്. ഞാൻ വലിയ പുണ്യാളെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പേഴ്സണലി ഒരു കോണ്ടന്റ് എനിക്ക് കിട്ടിയാൽ ഞാൻ ചെയ്യുന്നത് നല്ലോണം അന്വേഷിച്ചിട്ടാണ്. ആദ്യമൊക്കെ എന്തെങ്കിലും വിളിച്ച് പറയുമായിരുന്നു. പക്ഷെ നിലവിൽ ഞാനൊരു 50K സബ് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു കോണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് 100 പേരെ വിളിച്ചിട്ട് എനിക്ക് ബോധ്യമായാലേ ഞാൻ ചെയ്യും. അല്ലെങ്കിൽ കുടുംബം തകർക്കും. നിങ്ങൾ നോക്കൂ, വേറെ എന്തെങ്കിലും പറയട്ടെ, പ്രശ്നമില്ല. ആ രേണുസുധിയെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. എൻ്റെ കോണ്ടന്റ് നിങ്ങൾ നോക്കും, ഞാൻ ഒരു വീഡിയോ പോലും രേണുസുധിക്കെതിരെ ഞാൻ ഇട്ടിട്ടില്ല. കാരണം അവരുടെ ജീവിതമാണ്, അവർ ജീവിച്ചോട്ടെ, അതിന് നമ്മളെന്തിനാണ്? അതായത് ഇവിടെ കുടുംബമാണ് തകർക്കുന്നത്. അതായത് ഇവർ പറയുകയാണ് ക്രിസ് വേണുഗോപാൽ ദിവ്യയെ അടിക്കുന്നു എന്നൊക്കെ. എന്താണ് കുടുംബത്തിൽ കയറി എന്തിനാണ് കളിക്കുന്നത്? ഇവർ തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്റെ നെറ്റിക്ക് ഒരു കുഴപ്പമില്ല, കണ്ടില്ലേ? എന്റെ മുഖത്തിനോ എന്റെ ശരീരത്തിനോ എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് 5-6 ദിവസം കൊണ്ട് ഞാൻ പനിയായിട്ട് കിടപ്പാണ്. അതിന്റെ തെളിവാണ് ഇതാ. ഇത്രയും ഗുളിക ഞാൻ കഴിക്കുന്നുണ്ട്. ഞാൻ നല്ല ടയേർഡാണ്. പക്ഷെ ഇത് പറയാൻ ഞാൻ കുറച്ചൊന്നും എനർജി എടുത്തല്ലേ പറ്റുള്ളൂ. രാജ് ടോക്കിന് വേറെ ഒരു പണിയില്ലെങ്കിൽ നിങ്ങൾ എന്റെ ജീവിതം വെച്ചിട്ട് നിങ്ങൾ പൊങ്കാലിടേണ്ട. നിങ്ങൾ അങ്ങനെ ലൈക്കും കമന്റും വാങ്ങിക്കാൻ വേണ്ടി നിൽക്കണ്ട. നിങ്ങൾ അന്നത്തിനുള്ള വരുമാനം ഉണ്ടാക്കാൻ നോക്കണ്ട. മനസ്സിലായില്ലേ? ഞാൻ ഇതിനകത്തേക്ക് അന്ന് കല്യാണം കഴിഞ്ഞപ്പോഴും കുറെ ഇന്റർവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ചകഞ്ഞെടുത്ത് നിങ്ങൾ എനിക്കെതിരെ കുറെ മോശപ്പെട്ട രീതിയിലൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ നിങ്ങളെ നോട്ടിട്ടിട്ടുണ്ടായിരുന്നു. എവിടെയാണോ എന്നെ അടിച്ച പാടുള്ളത്? താൻ കണ്ടോ എനിക്ക് അടിച്ച പാടുള്ളത്? എന്നെ അടിക്കുന്നത് താൻ കണ്ടോ? എന്റെ ലൈഫ് എങ്ങനെയാ പോകുന്നത് താൻ കണ്ടോ? നാണോ ഇല്ലേ തനിക്ക്? കുറച്ച് നാണും മാനവും ഇല്ലേ തനിക്ക്? എന്താ അല്ലേ രാജ് ടോൾസ് പറയുന്നത്, അവർ അടിക്കുന്ന, അതായത് പാടുള്ള ഫോട്ടോ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടതെന്ന്. രാജ് ടോൾസിന് ഒരു വിളിച്ചിട്ട് ചോദിച്ചൂടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്? സത്യം പറഞ്ഞാൽ രാജ് ടോൾസെ ഒരു കാര്യം പറയാം, കുടുംബ പ്രശ്നത്തിൽ ഇടപെടേണ്ട രാജ് ടോൾസെ. നിങ്ങളുടെ തമ്മിൽ, അതായത് അടിച്ചു നെറ്റെന്തോ പൊട്ടിച്ചു എന്നാണ് തമ്മിൽ ഇട്ടത്. ആരെങ്കിലും സഹിക്കോ? ഞങ്ങളായിരുന്നെങ്കിൽ സത്യം പറയാൻ ഈ കാറിൽ നാലാളെ ഞാൻ ഇരുത്തിയിട്ട് ഇങ്ങനെ വീട്ടിൽ പോയി ചോദിക്കട്ടെ, നീ കണ്ടോ ചോദിക്കട്ടെ. ഇതിനൊക്കെ സോഷ്യൽ മീഡിയയിലല്ല. ഈ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത്, ഇതിനൊക്കെ നിങ്ങൾ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. ഒന്നെങ്കിൽ ആ വീഡിയോ എന്നേക്കുമായിട്ട് ഡിലീറ്റ് ചെയ്യിപ്പിക്കണം, ഇല്ലെങ്കിൽ വേറെ കുടുംബത്തിന് ഒറ്റകൾ ഇറങ്ങും. അതുകൊണ്ടാണ് വളരെ വളരെ മോശം, വളരെ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശം. ഇപ്പോ ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. കണ്ടവരുടെ ലൈഫ് എടുത്തിട്ട് കളിക്കാൻ വേണ്ടിട്ട് ഇത് ഞാൻ എന്റെ വെബ് സീരീസ് ദൂരദർശനിൽ ടെലികാസ്റ്റ് കഴിഞ്ഞു. അതിന്റെ വെബ് സീരീസിന് എനിക്ക് മേക്കപ്പ് ചെയ്തതാണ്. മുരുകൻ ചേട്ടനാണ് എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത്. മുരുകൻ ചേട്ടന് ഒരു ബിഗ് താങ്ക്സ്. കാരണം അത്രയും ഒറിജിനാലിറ്റി അതിന് കൊണ്ടുവന്നതിന്. ഈ ഫോട്ടോ എടുത്തിട്ട് എത്രയോ മാസങ്ങളായി. ധീര എന്ന് പറയുന്ന വെബ് സീരീസ് ആയിരുന്നു അത്. ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തതാണെങ്കിൽ ഇന്ന് പെട്ടെന്ന് എന്റെ നെറ്റിയിലെ മുറിവ് മാഞ്ഞു പോവോ? ഇല്ലല്ലോ. ഒരാളുടെ ജീവിതം വെച്ച് നിങ്ങൾ ഇങ്ങനെ രേഖാ രതീഷിന്റെ വീഡിയോ എടുത്ത് ഇങ്ങനെ കുറെ പൊങ്കാലിട്ടു. രേണു സുധി, ഞാൻ ഇത് നിങ്ങൾക്ക് ഞങ്ങൾ മാത്രമാണ് ഇരകള്. സത്യം പറഞ്ഞാലില്ലേ, ഈ രേണു സുധിയുടെ കാര്യം വളരെ വളരെ കട്ടപ്പോക്കാണ്. ഓക്കെ, കോണ്ടന്റ് ഇല്ലാത്ത സമയത്ത് രേണു സുധിയെ വിമർശിച്ചാൽ കോണ്ടന്റായി. ഞാൻ മലയാളി പ്രേക്ഷകരോട് ഒരു കാര്യം പറയാം, നിങ്ങളാണ് തെറ്റ് ചെയ്യുന്നത്. രേണു സുധിയെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ലൈക്കും ചിരിയും കമന്റ് ഇടുകയാണ്. എന്തിനാണ്? 1-2 വീഡിയോ. ഓക്കെ, ഇത് എത്ര കാലമായി? ഏകദേശം 1.5 വർഷമായി രേണു സുധിയെ വേട്ടയാടുന്നത്. ഞാൻ എൻ്റെ ചാനൽ നിങ്ങൾക്ക് എണ്ണിയാ കിട്ടൂല. ഒരു പക്ഷെ ഒരു വീഡിയോ കിട്ടൂല. ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് എങ്ങാനും സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് ഒരു പക്ഷെ ഇട്ടിട്ടുണ്ടാവും ഒരു വീഡിയോ. വളരെ വളരെ മോശം. അതായത് രേണു സുധി ഡാൻസ് ചെയ്യട്ടെ, അവരുടെ ഇഷ്ടമാണ്. ആ ഡാൻസ് ചെയ്യുന്ന ഭാഗം സൈഡിൽ വെച്ചുകൊണ്ട് കളിയാക്കുകയാണ്. ഇങ്ങനെയാണോ ഡാൻസ് ചെയ്യുന്നതെന്ന് പച്ചക്കളവ് പറയുകയാണ്. രേണു സുധിയുടെ മറ്റേ ഈ മോനുണ്ടല്ലോ കിച്ചുമായിട്ട് വലിയ പ്രശ്നമൊന്നൊക്കെ. ഒരു പ്രശ്നമില്ല, അവർ രണ്ടുപേരും നല്ല രീതിക്കാണുള്ളത്, രേണു സുധി ആ മോനുമായിട്ട്. ഇതൊക്കെ ഈ രാട്ടോൾസ് ഒക്കെ വെറുതെ പടർത്തി വിടുന്ന വാർത്തയാണ്. ഞാനൊരു കാര്യം പറയുക, സത്യസന്ധമായിട്ട് നിങ്ങൾ വാർത്ത കൊടുക്കൂ സഹോദര. കോണ്ടന്റ് ഇല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കൂ. എന്തിനാണ് എല്ലാ ദിവസവും വീഡിയോ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? വളരെ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ വീട്ടുകാരുടെ കണ്ടന്റ് എടുത്തിട്. വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കണ്ടന്റ് എടുത്തിട്. എന്റെയും ക്രിസ് വേണുഗോപാലിന്റെയും ജീവിതം അത്ര മനോഹരമായിട്ട് തന്നെയാണ് പോകുന്നത്. ഞങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങളായിട്ടില്ലാതെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കേട്ടില്ലേ? ഒരു കല്യാണം കഴിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ ഇടാൻ പറ്റില്ല, ഒരു എന്തെങ്കിലും ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട തീം ഇടാൻ പറ്റില്ല, ഒന്നും ഇടാൻ പറ്റില്ല.
അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഫുൾ ടൈം ചിരിച്ചുകൊണ്ട് അങ്ങനെ വീഡിയോ ഇടുന്ന എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നേ ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട തീമൊക്കെ വീഡിയോ ഇടുന്നതിൽ എന്താണ് ഇപ്പം എന്താണ് റീസെന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കുട്ടിക്കുരങ്ങന്റെ വീഡിയോ, അതിനകത്ത് വരുന്ന ആ ക്യാപ്ഷൻസ് ഒക്കെ ഒത്തിരി ഇഷ്ടമാണ് കേൾക്കാൻ. ഇവര് നല്ലവരായത് കൊണ്ടാണ് ഇങ്ങനെ മറുപടി കൊടുക്കുന്നത്. വേറെ ആരെങ്കിലും തന്തക്കും തള്ളക്കും വിളിച്ച് മറുപടി കൊടുത്തേനെ. അതായത് നോക്കൂ നിങ്ങൾ, എത്ര വലിയ ആരോപണമാണ് രാട്ടോൾസ് വെച്ചത്. ഇവരുടെ ഭർത്താവ് ഇവരെ അടിച്ച് നെറ്റി പൊട്ടിച്ചു എന്ന് പറയുന്നത് എന്താണ്? വേറെ ആരെങ്കിലും അല്ല, നിങ്ങൾ തന്നെ ചിന്തിക്കണം. ഇവരായതുകൊണ്ടാണ് ഇത്രയും മാന്യതയിൽ മറുപടി കൊടുക്കുന്നത്. നിങ്ങൾ കൊടുക്കോ? സഹോദരന്മാരെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾ വിവാഹിതരാണ്, അന്നെങ്കിൽ നിങ്ങളുടെ വൈഫോ ഭർത്താവോ നിങ്ങളെ തല്ലിന്ന് പറഞ്ഞിട്ട് ഒരാൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടോ? ഇവരായതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ നിർത്തുമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ കേസ് അടക്കം കൊടുക്കും. വേറെ ആരും വീട്ടിൽ കയറി തല്ലുന്ന വലിയൊരു പരിപാടിയാണ് ആ രാട്ടോൾസ് ഒപ്പിച്ച് വെച്ചത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. കാണാനൊക്കെ അതൊക്കെ ഞാൻ എന്റെ സ്റ്റോറിയിൽ ഇരുന്ന് എന്റെ ഇഷ്ടമാണ്. കുറച്ച് എന്താ പറയാ, ഒരാളുടെ ജീവിതം വെച്ച് കളിക്കുമ്പോ കുറച്ച് നാണമില്ലേ? നാണവും മാനവും ഇല്ലേ എന്നാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇത് ഒന്നും കൂടി കാണിക്കാണ്. എന്റെ നെറ്റിയിൽ എവിടെയും പാടുണ്ടോ? എനിക്ക് വയ്യാത്തോണ്ടില്ല, ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ഉറങ്ങി എണീറ്റപ്പോ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാളാണ് പറഞ്ഞത്, ദിവ്യ എന്തേലും പ്രശ്നമുണ്ടോ? അവരിതുവരെ അറിയില്ല എനിക്ക് പ്രശ്നമുള്ളത്. ഞാൻ പക്ഷേ ഇല്ല, ഒരിപ്പോ കുഴപ്പമില്ല, എനിക്ക് വയ്യാത്തോണ്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു രാജ് ടോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാള് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്ന്, എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് റീൽ എന്തോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോഴാണ് ഞാനൊന്ന് അയച്ചു തന്നെ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയക്കുമ്പോഴാണ് ഇതാ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. നിങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? ഒരു ജീവിതം എങ്ങനെ കളയാം, അതിലെന്തൊക്കെ ആനന്ദം കണ്ടെത്താം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മൊബൈലിൽ എനിക്ക് ഇഷ്ടമുള്ള വീഡിയോ, എനിക്ക് റീൽസ് ഇങ്ങനെ വിഷമം വരുന്ന വീഡിയോ ചെയ്യണോ, ഞാൻ ചെയ്യും. അത് എന്റെ ഇഷ്ടമാണ്. പാവമല്ല, ഇവർ പറയുന്ന കേട്ടിട്ട് നല്ലോണം സങ്കടം തോന്നുന്നുണ്ട്. ഈ രാട്ടോൾസ് ആ വീഡിയോ ഇട്ടത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് വേറെ കുറെ യൂട്യൂബേഴ്സ് അതിനെ വീഡിയോ ചെയ്തു, അടിച്ച് പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. കാരണം രാട്ടോൾസ് എന്ന് പറയുന്നത് ഉന്നത വലിയ ഒരു യൂട്യൂബറാണ്. അദ്ദേഹം ഇല്ലാത്ത കാര്യം പറയില്ലെന്നാണ് ചിലർ വിചാരിക്കുന്നത്. ഇതിന്റെ അതായത് ആര് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതിന്റെ എല്ലാത്തിനും ഉത്തരവാദി രാട്ടോൾസ് ആണ്. ഓക്കെ, അദ്ദേഹമാണ് ഇത് തുടങ്ങി വെച്ചത്. എന്തൊരു കുടുംബം സത്യസന്ധമായി ജീവിച്ചു പോകുന്ന നല്ലൊരു കുടുംബത്തിനെ തകർക്കാൻ എന്തിനാണ് ഇവറ്റകൾ കച്ച കെട്ടി ഇറങ്ങിയതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ബാക്കിയും കൂടി കേട്ടു നോക്കാം. ഈ രാജ് ടോക്ക് എന്ന് പറഞ്ഞ ചാനൽ ഞാൻ അന്നേ നോട്ടിട്ട് വെച്ചതാണ്. ഞാൻ നിങ്ങളോടായിട്ട് പറയാണ്, അടങ്ങിയിരുന്നോ. മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കാൻ വേണ്ടി നിൽക്കരുത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ കണ്ടന്റ് എടുത്തിട്. നിങ്ങളുടെ അടുപ്പ് പുകഞ്ഞോ നോക്കിയിട്ട് പോരെ മറ്റുള്ളവരുടെ അടുപ്പ് പുകഞ്ഞോ നോക്കുന്നത്. പല്ലിക്കുത്തി നാട്ടിക്കാൻ നിൽക്കല്ലേ. മനസ്സിലായില്ലേ? എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും. എന്റെ ഹസ്ബൻഡിനും എന്റെ മക്കൾക്കും ഇല്ലാത്ത പ്രശ്നമാണല്ലോ നിങ്ങൾക്ക്. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അനങ്ങാൻ പറ്റില്ല, അങ്ങോട്ടും ഓടാൻ പറ്റില്ല, ഇങ്ങോട്ടും ഓടാൻ പറ്റില്ല. ദിവ്യ രാവിലെ കഴിച്ച ദിവ്യ കക്കൂസ് പോയാൽ നോക്കാൻ നിൽക്കുകയാണ് ആൾക്കാർ. ദിവ്യ ഇന്ന് എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ രേഖ രതീഷ് എന്തൊക്കെ ചെയ്തു, ഇല്ലെങ്കിൽ രേണുസുതി എന്തൊക്കെ ചെയ്തു എന്ന് നോക്കാൻ നിൽക്കുകയാണ് നാണമില്ലാത്ത വർഗ്ഗങ്ങൾ. കണ്ടന്റ് ഉണ്ടാക്കാൻ, വരുമാനം ഉണ്ടാക്കാൻ, മാസം അന്നത്തിനുള്ള വരുമാനം ഉണ്ടാക്കാൻ നോക്കുന്ന നാണമില്ലാത്ത. എന്റെ ലൈഫിൽ ഒരു കുഴപ്പമില്ല. കുഴപ്പമുണ്ടെങ്കിൽ നമ്മളായിട്ട് അത് തീർത്തോളാം. നിങ്ങളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനി നിങ്ങളായിട്ട് അത് വരാൻ വേണ്ടി നിൽക്കണ്ട. ഇല്ല, അത് എന്നെ അടിച്ചു, എന്നെ അങ്ങനെ ആക്കി, എന്നെ ഇങ്ങനെ ആക്കി. എവിടെയാണ് അടിച്ച പാടുള്ളത്? കുറച്ച് നാണം വേണം, ഉളുപ്പ് വേണം ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിടുമ്പം. ഇല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം. അന്വേഷിച്ച് സത്യസന്ധമായ കാരണം എന്താണ് ഈ സംഭവം എന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഓരോരോ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് അമ്മാനമാടാനുള്ളതല്ല നമ്മുടെ ലൈഫ്. മനസ്സിലായോ? കുറെ തെണ്ടികൾ വന്നിട്ടുണ്ട് ഓരോരാളെ ജീവിതം വെച്ച് കളിക്കാൻ വേണ്ടിയിട്ട്. രാജ് ടോക്ക് ഭയങ്കര ശരിയാണ്. 100% സപ്പോർട്ട് ഈ സഹോദരിക്ക് തന്നെയാണ്. അതായത് ആര് ഇപ്പം നാളുകളിൽ എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടായിട്ടുള്ള ഇപ്പം ഞാൻ പിന്തുടരുന്ന ഖാദർ കരിപ്പോടി, സീക്രട്ട് ഏജന്റ്, ഇവർ ആര് തെറ്റ് ചെയ്താലും ഞാൻ വിളിച്ചു പറയും. എന്തിനാണ് കുടുംബം തകർക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? രാട്ടോൾസെ വളരെ മോശം എന്ന് പറഞ്ഞാൽ രാട്ടോൾസെ വളരെ മോശം.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വേദനയാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു കോണ്ടന്റ്. ഇന്നലെ എൻ്റെ 2-3 ഫ്രണ്ടാണ് എനിക്ക് അയച്ചെന്നത്. ബ്രോ, അതായത് അവർ രണ്ടുപേര് പിരിഞ്ഞു, ദിവ്യൊക്കെ മറ്റായി വേണുഗോപാൽ അടിച്ചു, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ലിങ്കാണ് എനിക്ക് പേഴ്സണലി അയച്ചെന്നത്. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ സത്യത്തിൽ അടിച്ചു എന്നാണ് വിചാരിച്ചത്. ആ തമ്മിലും അദ്ദേഹം പറയുന്ന ടോക്കം കേട്ടിട്ടാകുമ്പോൾ ഞാൻ അടിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടത്. അതൊന്നും ഇല്ലാത്തതാണ് ഇദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാനൊരു കാര്യം പറയുകയാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, രേണു സുധി റിലേറ്റഡ് ആയി 6 വീഡിയോ ചെയ്യുന്നത് നിങ്ങളത് ക്ലിക്ക് ചെയ്യേണ്ട. ഓക്കെ, ഇല്ലാത്തത് പറയുകയാണ്. എന്തൊന്നും എനിക്കറിയത്തില്ല. പാവം ആ രേണു സുധി, ഞാനെങ്ങാലുമായെങ്കിലും ഇവറ്റകൾ വിവരം അറിഞ്ഞനെ. അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇടം വരാം. ഓക്കെ, ബൈ.